ഹായ്, പുതിയുള്ളൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ. എമ്പുരാൻ റിലീസിന് ശേഷം ഇപ്പം ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ കുത്തനെ അങ്ങ് കൂടിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഉള്ള ലാലേട്ടനല്ല ഇപ്പം. ഇപ്പം ആ പഴയ നമ്മുടെ ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലാലേട്ടൻ പല ഇൻ്റർവ്യൂവിൽ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഥ കേൾക്കുമ്പോഴേ അറിയാം, ഇതേപോലെ ആ പടം ഓടുവോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു കഥ കേൾക്കുമ്പോഴേ അറിയാം. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ലാലേട്ടൻ ഇത്രയും അങ്ങ് ദുരന്തത്തിലോട്ടാക്കിയതും പിന്നെ ഇപ്പം പൃഥ്വിരാജ് ഉയർത്തിക്കൊണ്ട് വന്നതും എന്തോ ഈ ഒരു ലെജൻഡ് എന്ന് വെച്ചാൽ ഈ മലയാളത്തിലെ കുറച്ച് ലെജൻഡറി ഡയറക്ടർമാരുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമുള്ളതാണേ. അതായത് പണ്ട് ആനപ്പുറത്തിരുന്ന തഴമ്പ് ചന്തിയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കാണിച്ച് പണ്ട് ആനപ്പുറത്തിരുന്ന തഴമ്പ് കാണിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇപ്പം കുറേ പുതുമുഖ ഡയറക്ടർമാരും കുറേ അധികം പേര് വന്നിട്ടുണ്ട്, കഴിവ് തെളിയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലാലേട്ടൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. അതായത് ഈ ഒരു വർഷം ഒരു വീഡിയോ ഒരു വർഷം ഒരു പടം ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ മാക്സിമം 2 പടം, അതിൽ കൂടുതൽ ലാലേട്ടൻ ഇനി ചെയ്യാതിരിക്കുക. ഏതൊക്കെ ലെജൻഡറി ഡയറക്ടർമാരെയാണ് ലാലേട്ടൻ സൂക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡയറക്ടർമാർ ഇനി ഒരു കഥ പറയുകയോ ലാലേട്ടൻ്റെ അടുത്ത് പറയുകയെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഏരിയയിൽ കൂടെ അടുപ്പിക്കാതിരിക്കുക ഈ ഡയറക്ടർമാരെ. അത് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം വീഡിയോ അവസാനം വരുന്ന കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് ഉള്ള ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മേജർ രവി. മലയാളത്തിലെ ഒരു ലെജൻഡറി ഡയറക്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ് മേജർ രവി. പുള്ളി ഇതേപോലെ ലാലേട്ടനെ വെച്ച് 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ആർമി പടങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷേ പുള്ളിയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ പണ്ട് കീർത്തി ചക്ര കണ്ടിട്ട് അത് ഹിറ്റായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടങ്ങളൊക്കെയാണ് കുരുക്ഷേത്രയും ബിയോണ്ട് ദി ബോർഡർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് പടങ്ങൾ. ആ പടങ്ങൾ പൊട്ടിയിട്ടുമുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ പടങ്ങൾ പുള്ളി ചെയ്ത് ചിലത് ഹിറ്റാക്കിയിട്ടുണ്ട്, ചിലത് ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. ഏറെക്കുറെ പുള്ളി ചെയ്തിട്ടുള്ളതെല്ലാം ആർമി പടങ്ങളാണ്. അതെല്ലാം അതിൻ്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ കീർത്തി ചക്രയും കുരുക്ഷേത്രയും ഇതെല്ലാം കണ്ടിട്ട് ഉറി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബോളിവുഡിൽ. അത് കണ്ട് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കണ്ടിട്ട് കുരുക്ഷേത്രയൊക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യേ ഇതായിരുന്നോ പടവും, ഇതായിരുന്നോ എടുത്തു വെച്ചതെന്ന് തോന്നിപ്പോൾ. എന്നിട്ട് ഉറി കണ്ടിട്ട് നോക്കുമ്പോൾ അത് പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉറിയുള്ള. ഇപ്പം ഈ മേജർ രവിയും ഈ ലാലേട്ടനെ ഒരു ദുരന്തത്തിലാക്കിയ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇനി പുള്ളി ഇതുപോലെ ഒരു പടം ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് റൂമറൊക്കെ കേട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ലാലേട്ട ഇതേപോലെയുള്ള ഡയറക്ടർമാരെ ഇനി അടുപ്പിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ പുതുമുഖ എന്ന് വെച്ചാൽ നല്ലൊരു മാസ് പടങ്ങൾ ചെയ്യുക. പിന്നെ ഒരു വർഷത്തിൽ ഒരു പടം ചെയ്യുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാക്സിമം 2 പടം, എന്നിട്ട് ഒന്നുമില്ല ഫാമിലി പടം പോലെ ഒരു പടവും അല്ലാതെ ഒരു മാസ് ഒരു പടവും ഇത് ചെയ്യുക. ഇത് സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് പോവുക. ഈ നിൽക്കുന്ന സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് പോകുക. അതായത് നമ്മളൊക്കെ കൊച്ചുനാളിൽ കണ്ട് വളർന്ന ഒരു ആക്ടറാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മനസ്സിൽ പണ്ട് ദൂരദർശൻ ഉള്ളപ്പം തന്നെ പടം കണ്ട് ഞായറാഴ്ച എത്തലുള്ള പടം കണ്ട് നമ്മുടെ മനസ്സിലങ്ങ് ആയിപ്പോയ ഒരു ആക്ടർ. അതിങ്ങനെ പെട്ടെന്ന് മാറത്തില്ല. പിന്നെയാണ് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിജയൊക്കെ കയറി വന്നത്. അത് കേബിളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ തമിഴ് പാട്ട് കൂടുതൽ കണ്ടു കഴിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ അത് അങ്ങനെ പോയി. എങ്കിലും ലാലേട്ടൻ്റെ ഒരു സ്ഥാനം അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മേജർ രവിയെ ഒരു ഡയറക്ടറെ സൂക്ഷിക്കുക. രണ്ടാമത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ജോഷി. മലയാളത്തിലെ ഒരു ലെജൻഡറി ഡയറക്ടറാണ് ജോഷി. ലാലേട്ടനെ വെച്ച് കുറേ പടങ്ങൾ, നല്ല പടങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഈ ക്രിസ്ത്യൻ പ്രദേശ് പോലത്തെയുള്ള തൊലിഞ്ഞ പടങ്ങളും പിന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ലൈല അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങളൊക്കെ ചെയ്ത് ലാലേട്ടനെ ഫീൽഡ് ഔട്ട് ആക്കുന്നതിൽ ഏറെക്കുറെ ഒരു പങ്ക് വഹിച്ച ഒരു ഡയറക്ടറാണ് ജോഷി. പുള്ളി ഇതേപോലെ ആനപ്പുറത്തിരുന്ന തഴമ്പ് ചന്തിയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പം ഈ ഒരു ഡയറക്ടറെയും ലാലേട്ടൻ ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിൻ്റെ അടുത്തൂടെ പോലും അടുപ്പിക്കാതിരിക്കുക. ഇവരൊക്കെയാണ് ഫീൽഡ് ഔട്ട് ആക്കിയത്. മൂന്നാമത്തെ ഡയറക്ടർ സത്യൻ അന്തിക്കാട്. ഏറെക്കുറെ ലാലേട്ടനാക്കിയതിൽ സത്യൻ അന്തിക്കാടിൻ്റെ പ്രാധാന്യം ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നാടോടിക്കാറ്റ് ആ സമയം തൊട്ടൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഡയറക്ടറാണ്, ലെജൻഡറി ഡയറക്ടറാണ്, കുറ്റമൊന്നും പറയാൻ ഇല്ല. പക്ഷേ ഫീൽഡ് ഔട്ട് ആക്കുന്നതിൽ കാര്യമല്ല. പക്ഷേ പുള്ളി ചെയ്യുന്ന പടങ്ങൾ ഇപ്പോൾ ലാലേട്ടന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി വരാൻ പോകുന്ന പടം എന്ന് പറഞ്ഞാൽ ഹൃദയപൂർവ്വം എന്നുള്ളൊരു പടവും, അതും ഫാമിലി പടമായിരിക്കും. പക്ക ഫാമിലി പടം പുള്ളി ചെയ്തിട്ടുള്ള ആകെ ലാലേട്ടനെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ടൊരു പടം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരിപ്പം ആ പടം മാത്രമേ ഒരു പടം മാത്രമേ ആക്ഷൻ പടം ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഫാമിലി പടം. ജയറാമിനെ വെച്ച് പക്ക ഫാമിലി പടം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെയൊക്കെ വെച്ച് പടം ചെയ്യാൻ നോക്കുക. ഇനി ലാലേട്ടനെ വെച്ച് ഫീൽഡ് ഔട്ട് ആക്കാതിരിക്കുക. നിങ്ങൾ നല്ലൊരു ഡയറക്ടറാണ്, അത് വേണ്ട രീതിയിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് അവരെ കയറ്റിക്കൊണ്ടുവരാൻ നോക്കുക. ലാലേട്ടൻ ആ സ്റ്റാർട്ടിൽ നിർത്തി പൊക്കോട്ടെ.
അപ്പം ഈ ലാലേട്ടൻ ഈ ഒരു ഡയറക്ടറെയും കൂടി സൂക്ഷിക്കേണ്ടത് നല്ലതായിരിക്കും. 4ാമത്തെ ഡയറക്ടർ പ്രിയദർശൻ, ഒരു ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളി പണ്ട് തൊട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടനെ വെച്ച് കോമഡി പടങ്ങൾ ഫുള്ള് വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ കോമഡി നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് പ്രിയദർശൻ്റെ കോമഡികളെല്ലാം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് ചെയ്ത പടം എന്ന് പറഞ്ഞാൽ അറബിക്കടലിൻ്റെ സിംഹം. അതിനകത്ത് പുള്ളിക്ക് പറ്റത്തില്ല. ഞാൻ വിചാരിച്ച് പുള്ളിയുടെ സിനിമയുടെ ചില പാറ്റേണൊക്കെ ഉണ്ട്, അതായത് തിരിഞ്ഞു പോവുക. അതായത് ഇപ്പം എല്ലാ പടത്തിലും അതൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഒരു കോമഡി കാണിക്കും, പക്ഷെ അത് തിരിയുക എന്ന് വെച്ചാൽ മാറിപ്പോകുന്ന രീതിയിലുള്ള ഒരു തീമ കൊടുത്തുള്ളത്. ഇപ്പം ഈ എന്തുവാ അറബിക്കടലിൻ്റെ സിംഹം ഇറങ്ങിയപ്പം ഞങ്ങൾ ചുമ്മാ കളിയാക്കിയൊക്കെ പറയുമായിരുന്നു, ഇതുപോലെ കുറച്ച് വെളിയിൽ വെച്ച് കുറച്ച് പെൺപിള്ളേരുടെ കുറച്ച് ഡാൻസും കാണും അതിനകത്ത്. പിന്നെ എന്തുവാ അറബിക്കടലിൻ്റെ സിംഹമല്ലേ, അതിനകത്ത് ചിലപ്പം പഴശ്ശിരാജയും ഷാജഹാനും ഒക്കെ ചിലപ്പം മുഗൾ സാമ്രാജ്യമൊക്കെ അതിന് വഴിതെറ്റി കയറി വരുമെന്നൊക്കെ ഉള്ള രീതിയിൽ കളിയാക്കുമായിരുന്നു. പക്ഷെ അത് അതേപോലെ തന്നെ സംഭവിച്ചു. പടം 8 നില പൊട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഫീൽഡ് ഔട്ടാണ്. അപ്പോൾ ഇനി ഇതേപോലെയുള്ള ഡയറക്ടർമാർക്ക് ഡേറ്റ് കൊടുക്കാതിരിക്കുക, വീടിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കാതിരിക്കുക. പ്രിയദർശൻ, നിങ്ങൾ ലാലേട്ടനെ വെച്ച് ഇപ്പം ലാലേട്ടനാക്കിയത് നല്ലൊരു കഴിവ് തെളിയിച്ചൊരു ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ടറെയും കൂടി ലാലേട്ടൻ ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ. മാട്ടമ്പി പോലത്തെ ആ സമയത്തൊക്കെ ഓടിക്കാണും, പക്ഷേ ഇപ്പോൾ അതേപോലത്തെ പടങ്ങളൊക്കെ എടുത്ത് 8 നില പൊട്ടും. അങ്ങനെ ഏറെക്കുറെ പടങ്ങൾ എടുത്ത് 8 നില പൊട്ടിച്ച് ഇപ്പോൾ ആറാട്ട് എന്ന് പറഞ്ഞ ഒരു എന്തുവാ കൂതറ ആറാട്ട് പോലത്തെ പടങ്ങൾ കൊണ്ടുവന്ന് ലാലേട്ടൻ്റെ ഫീൽഡ് ഔട്ട് ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു ഡയറക്ടറാണ് ബി ഉണ്ണികൃഷ്ണൻ. ഇനി ലാലേട്ടൻ ഇതേപോലെയുള്ള ഈ ഡയറക്ടറെയും ഒന്ന് സൂക്ഷിക്കുക, വീടിൻ്റെ അടുത്തോട്ട് പോലും അടുപ്പിക്കാതിരിക്കുക. അടുത്ത ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസ്. ഷാജി കൈലാസിൻ്റെ പടങ്ങളെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ എന്തോ ഈ നരസിംഹമൊക്കെ കാണുന്നതിന് മുമ്പേ എനിക്ക് ലാലേട്ടനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നരസിംഹം എനിക്ക് അത്രയ്ക്കും കൂടെ ഒരു എന്തോ ഇഷ്ടം കൂടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 6-ാം തമ്പുരാനും നരസിംഹമൊക്കെ കണ്ടിട്ടുള്ളതിന് ശേഷമാണ്. കാരണം അതിനകത്ത് പുള്ളിയെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെച്ചാൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രം ഷാജി കൈലാസിനോട് ഒരു നന്ദിയുണ്ട്. കാരണം ഈ എന്തുവാ നരസിംഹം കഴിഞ്ഞിട്ട് ഇറങ്ങിയ താണ്ഡവം തൊട്ട് ഇറങ്ങിയ കുറച്ച് കോടാലി പടങ്ങളുണ്ട് ലാലേട്ടനെ വെച്ചുള്ള, എല്ലാം കോടാലി പടങ്ങളാണ്. അപ്പോൾ ആ പടങ്ങളെല്ലാം പടം കൊള്ളത്തില്ലെങ്കിലും അതിനകത്ത് ലാലേട്ടൻ്റെ ലുക്ക് കിടിലനാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ, അത് ഷാജി കൈലാസിൻ്റെ പടത്തിൽ ലാലേട്ടനെ കാണുമ്പോൾ തന്നെ നല്ല സൂപ്പർ ലുക്കാണ്. എന്ന് വെച്ചാൽ നല്ല ലാലേട്ടൻ്റെ ഗ്ലാമർ വെളിയിൽ കാണുന്നുണ്ട്. എടുത്തു നോക്കിയാൽ മതി, താണ്ഡവം, നാട്ടുരാജാവ്, ബാബ കല്യാണി, അലിബായി, റെഡ് ചില്ലീസ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഏറ്റവും തൊലിഞ്ഞ എലോങ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ എടുത്ത് നോക്കിയാൽ ലാലേട്ടനെ കാണാൻ കൂടുതലാണ്, നല്ല രസമുണ്ട്. ആ ലാലേട്ടനെ കാണാൻ തന്നെ പോരല്ലോ, പടം കൂടെ നല്ലതാവുണ്ട്. അപ്പം പക്ഷേ ഇപ്പം പുള്ളി ഇറക്കിയ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്, ആ പണ്ടത്തെ ആ ക്യാമറ എങ്കിലും ഒന്ന് മാറ്റണം. അതായത് 6-ാം തമ്പുരാനും നരസിംഹമൊക്കെ ഇറക്കിയ ഒരു ക്യാമറ എങ്കിലും ഒന്ന് മാറ്റി പിടിച്ച് ഷോട്ടെങ്കിലും മാറ്റി പിടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ഫീൽഡ് ഔട്ടായ ഒരു പണ്ടത്തെ ലെജൻഡറി ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം കുറേ പിള്ളേർ കയറി വന്നിട്ടുണ്ട്, അവരാണിപ്പം മലയാളം ഇൻഡസ്ട്രി ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചുമ്മാ കയറി പക്ഷേ ഒരു പടം ലാലേട്ടനുമായിട്ട് വരണമെന്നുണ്ട്, പക്ഷേ അത് ഇതേപോലെ ഫോട്ടോ എടുക്കുമല്ലേ പഴയ ക്യാമറയും പഴയ ഷോട്ടും വെച്ചൊന്നുമല്ല, പുത്തൻ രീതിയിൽ നല്ല ഇപ്പോഴത്തെ നിലയിൽ നല്ല ഷോട്ടുകളൊക്കെ എന്ന് വെച്ചാൽ പണ്ടത്തെ ഷോട്ടുകളൊന്നുമല്ല, അടിപൊളി ഷോട്ടുകൾ, നല്ല ക്യാമറ, നല്ല മ്യൂസിക് ഡയറക്ടർ, നല്ല ആക്ഷൻ, മറ്റേ മാഫിയ ശശിയൊന്നുമല്ല, പുതിയ ആക്ഷൻ ഡയറക്ടർമാരെ കൊണ്ടുവന്ന് നല്ല പക്ക ഒരു മാസ് പടം കൊണ്ടുവന്ന ലാലേട്ടനെ നല്ല രീതിയിൽ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി വരാനേ ഉള്ളൂ. പക്ഷേ തൽക്കാലം ഇപ്പം ലാലേട്ടൻ ഈ ഒരു സ്റ്റാർട്ടത്തിൽ തന്നെ നിന്നോട്ടെ, ഫീൽഡ് ഔട്ട് ആക്കണ്ട. അപ്പോൾ ഇനി ലാലേട്ടനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ടറെയും വീടിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കാതിരിക്കുക. പിന്നെ അടുത്ത ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ മേനോൻ, അറിയാം, ഒടിയൻ ഇറങ്ങുന്നതിന് മുമ്പ് നല്ല ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം ആ കോൺസെപ്റ്റ് നല്ലൊരു കോൺസെപ്റ്റാണ്. അതായത് ഒടിയൻ എന്ന് പറയുന്ന പണ്ട് മലബാറിലൊക്കെ ഉള്ള ഒരു സാധനം ഒടിയൻ എന്നുള്ളത് എല്ലാവരും പേടിച്ചിരുന്ന ക്യാരക്ടറാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് ഒരു ഇത് കൊടുക്കണം. പക്ഷേ ഒടിയൻ ഒരു സാധാരണ രീതിയിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു നല്ല പടമായിരിക്കും, കാരണം ഒരു നോർമൽ പടം. പക്ഷേ ഒടിയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ആ പടം ഫ്ലോപ്പാണ്. ആ പടത്തിന് ആ ഒരു തീമിനെ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു പടമാണ് ഒടിയൻ എന്നുള്ളത്. ലാലേട്ടൻ അഭിനയമൊക്കെ സൂപ്പറാണ്, പക്ഷേ അതിനകത്തിന് ശേഷമാണ് പുള്ളി ബൊട്ടോക്സ് ഒക്കെ എടുത്ത് ഫീൽഡ് ഔട്ട് ആയി പോയത്. അപ്പോൾ പുള്ളി നല്ല പരസ്യമൊക്കെ നല്ല രീതിയിൽ ചെയ്യും. പടം കാണാൻ പോയപ്പം ഇതേപോലെ ഒരു പരസ്യം കണ്ട, ആ പരസ്യം ശ്രീകുമാർ മേനോൻ ചെയ്ത പടമാണ്. പക്ഷേ നല്ല ഷോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതേപോലെ തള്ളി താഴെയിട്ട് ഉടയ്ക്കുന്ന പരിപാടി പുള്ളിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഡയറക്ടറെയും ലാലേട്ടൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഡയറക്ടർമാർ ഇനിയും ഉണ്ട്. പിന്നെ സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. പുള്ളി മരിച്ചു പോയത് കൊണ്ട് ഞാൻ അയാളെ പറ്റി ഒന്നും പറയുന്നില്ല. പുള്ളി നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുപോലെ ലാലേട്ടനെ വെച്ച് ഫീൽഡ് ഔട്ടാക്കി പടങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർമാരെ ലാലേട്ടനെ ഒന്ന് സൂക്ഷിക്കുക, വീടിൻ്റെ അടുത്തോട്ട് പോലും അടുപ്പിക്കാതിരിക്കുക. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ
ഇപ്പം പഴയ ഒരു എന്തുവാ ഇപ്പം ഈ കേരളം ഭരിക്കുന്ന ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് പോവാതെ നോക്കേണ്ടത് ലാലേട്ടൻ തന്നെ. ഇനി ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന തരുൺ മൂർത്തിയുടെ തുടരും, സത്യൻ അന്തിക്കാടിൻ്റെ ഹൃദയപൂർവ്വം, ഈ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ ഒരു ഖുറേഷിയായിട്ട് കണ്ടു കഴിഞ്ഞിട്ട്, എബ്രഹാം ഖുറേഷിയായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു നോർമൽ പടങ്ങൾ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന് മെയിൻ എക്സാമ്പിളാണ് നരസിംഹം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ ദേവദൂതൻ എന്നൊരു പടം ഇറങ്ങിയത്. ആ പടത്തെ ലാലേട്ടനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ പടമാണ്. അപ്പോൾ അതേപോലെ ഇനിയുള്ള പടങ്ങൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കളിക്കുക, അല്ലെങ്കിൽ ഈ എമ്പുരാന് മുമ്പ് പടം റിലീസാക്കണമായിരുന്നു. അപ്പോൾ നോക്കിയും കണ്ടും ഇനി റിലീസാക്കുക, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഇനി അടുത്ത ക്രിസ്മസ് റിലീസോ അങ്ങനെയാണോ ഒരു ഗ്യാപ്പ് ഇട്ട് റിലീസാക്കുക. പിന്നെ സത്യൻ അന്തിക്കാടിന് ഡേറ്റും കൊടുക്കാതിരിക്കുക. വേറെ നല്ല നല്ല ഡയറക്ടർമാർ, നല്ല ഷോട്ട് എടുക്കുന്ന നല്ല ഡയറക്ടർമാരുണ്ട്, അവർക്ക് കൊടുക്കുക. വർഷത്തിൽ 2 പടം മാക്സിമം ചെയ്യുക ലാലേട്ടൻ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.